രേണുസുതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തനിക്കെതിരെ വിമർശനമുയർത്തിയ സാഹിത്യകാരി ശാരദക്കുട്ടിക്ക് മറുപടിയുമായി ദാസേട്ടൻ കോഴിക്കോട് എന്ന ഷൺമുഖദാസ്. ദാസ് എന്നൊരു ആർട്ടിസ്റ്റ് താനാണ് രേണുസുതിയെ ഇന്ന് കാണുന്ന രേണുസുതി ആക്കിയതെന്ന് അവകാശപ്പെടുന്നത് കണ്ടു എന്ന ശാരദക്കുട്ടിയുടെ പരാമർശത്തിനാണ് ഷൺമുഖദാസ് മറുപടി പറയുന്നത്. നിങ്ങളെപ്പോലുള്ള മുതിർന്ന ആൾക്കാർ കാര്യങ്ങൾ മനസ്സിലാക്കാതെ അഭിപ്രായം പറയരുതെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഞാൻ ആരുടെയും രക്ഷിതാവാണെന്ന് പറഞ്ഞിട്ടില്ല. പ്രൊഫഷണൽ റീൽസിൽ അവർ എത്തിയത് എൻ്റെ റീൽസിൻ്റെ കൂടെ ആണെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് അവർ തന്നെ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഷൺമുഖദാസ് ഫേസ്ബുക്കിൽ കുറിച്ചത്. അതേസമയം പൊട്ടിപ്പെണ്ണെന്ന മട്ടിൽ ഒന്നാന്തരം ഗെയിമുകൾ കളിക്കാൻ അറിയുന്ന രേണുസുതി ആളുകളെയും ആണുകളെയും മൂത്താൽ ഇപ്പോൾ പറയുന്നതിൽ മികച്ച വർത്താനം പറഞ്ഞു തുടങ്ങുമെന്നും ശാരദാക്കുട്ടി പറയുന്നുണ്ട്. അവർക്കറിയാം ഹ്രസ്വകാലത്തേക്കാണെങ്കിൽ പോലും തൻ്റെ നിലം ഒരുക്കിയെടുക്കുവാൻ താൻ പെടുന്ന പാടൊന്നും അവർ കുറിക്കുന്നു. ശാരദക്കുട്ടിയുടെ കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു: ചാനലുകളിലെ കോമഡി പ്രോഗ്രാം ശ്രദ്ധിക്കാത്തത് കൊണ്ടാകാം കൊല്ലം സുധിയെ എനിക്കറിയുമായിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ മരണ ദിവസം മുതൽ രേണുസുധിയെ അറിയാം. പെർഫോമറായ രേണുസുധിയുടെ ഭർത്താവ് എന്ന നിലയിലല്ലാതെ കൊല്ലം സുധിയെ ഒരു പെർഫോമറായി ഞാൻ കണ്ടിട്ടേയില്ല. പിന്നെ ഓടിപ്പോയി കാണണമെന്ന് തോന്നിയിട്ടുമില്ല. രേണുസുധിയുടെ വീഡിയോയും റീൽസും നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും നമുക്ക് കാണാതിരിക്കാൻ നിർവാഹമില്ല എന്ന തരത്തിൽ തിക്കിത്തിരക്കി നമ്മളിലേക്ക് വരുന്നുണ്ട്. ദാസ് എന്ന ഒരു ആർട്ടിസ്റ്റ് താനാണ് രേണുസുധിയെ ഇന്ന് കാണുന്ന രേണുസുധി ആക്കിയതെന്ന് അവകാശപ്പെടുന്നത് കണ്ടു. തന്നെ തെറിയും ആഭാസവും ഏറ്റുവാങ്ങി കഷ്ടപ്പെട്ടൊരു പെണ്ണ് എവിടെയെങ്കിലും എത്തിപ്പെട്ടാലുടൻ വരും രക്ഷാകർത്താക്കൾ. കൊല്ലം സുധിയും ദാസ് കോഴിക്കോടും എന്തായാലും ഇപ്പോൾ രേണുസുധിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. അല്ലാതെയാക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. പൊട്ടിപ്പെണ്ണാണെന്ന മട്ടിൽ ഒന്നാന്തരം ഗെയിമുകൾ കളിക്കാൻ അറിയുന്ന രേണുസുധി ഇപ്പോൾ പറയുന്നതിൽ മികച്ച വർത്താനം പറഞ്ഞു തുടങ്ങും ആളുകളെയും ആണുകളെയും മൂത്താൽ. അവർക്കറിയാം ഹ്രസ്വകാലത്തേക്കാണെങ്കിൽ പോലും തൻ്റെ നിലം ഒരുക്കിയെടുക്കാൻ താൻ പെടുന്ന പാട്. കാലത്തിനൊത്ത കോലം കെട്ടാനും വേണം ഒരു സാമർഥ്യം. അതിനിടയിൽ നമ്മുടെ ഇഷ്ടമോ ഇഷ്ടക്കേടോ വെറുപ്പോ രേണുസുധി കാര്യമാക്കുന്നില്ല. അവർ തൻ്റെ സമയം പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ്. അതിന് ചില്ലറ ധൈര്യമൊന്നും പോരാ എന്നും ശാരദക്കുട്ടി കൂട്ടിച്ചേർത്തു.